ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദർശനം. നമുക്കിന്ന് 2020 മെയ് 1 ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് നാഷണൽ ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറിയായി തരുൺ ബജാജിനെ അപ്പോയിന്റ് ചെയ്തു. അദ്ദേഹം ഒരു IAS ഓഫീസറാണ്. മുൻപ് പ്രൈം മിനിസ്റ്റർ ഓഫീസിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു. തരുൺ ബജാജിന് മുന്നേ ഇക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ആയിരുന്നത് അദാനു ചക്രവർത്തിയാണ്. അദ്ദേഹം ഏപ്രിൽ 30 റിട്ടയർ ചെയ്തു. നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമനാണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. കോൾ മൈനുകളുടെ ടൈം ഓപ്പറേഷണലൈസേഷനും വേണ്ടി കോൾ മിനിസ്ട്രി ഒരു പ്രൊജക്ട് മോണിറ്ററിംഗ് യൂണിറ്റ് ലോഞ്ച് ചെയ്തു. മിനിസ്റ്റർ ഓഫ് പാർലമെന്ററി അഫയേഴ്സ്, കോൾ ആൻഡ് മൈൻസ് പ്രഹ്ലാദ് ജോഷിയാണ്. നെക്സ്റ്റ് ന്യൂസ്. നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയും ചേർന്ന് ഒരു ഹെൽത്ത് ആൻഡ് റിസ്ക് കമ്മ്യൂണിക്കേഷൻ പ്രോഗ്രാം ലോഞ്ച് ചെയ്തു. യാഷിന്റെ ഫുൾ ഫോം ഇയർ ഓഫ് അവയർനെസ് ഓൺ സയൻസ് ആൻഡ് ഹെൽത്ത് എന്നാണ്, വിത്ത് ഫോക്കസ് ഓൺ COVID-19. യൂണിയൻ സയൻസ് ആൻഡ് ടെക്നോളജി മിനിസ്റ്റർ ഹർഷവർദ്ധനാണ്. നെക്സ്റ്റ് ന്യൂസ്. വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്ട്രിയുടെ സെക്രട്ടറിയായി അജയ് ടിർക്കി ചാർജ് എടുത്തു. അദ്ദേഹത്തിന്റെ പ്രൊഡ്യൂസർ രബീന്ദ്ര പൻവാർ ആണ്. നമ്മുടെ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് മിനിസ്റ്റർ സ്മൃതി ഇറാനിയാണ്. നെക്സ്റ്റ് ന്യൂസ്. ഫോമർ ആക്സിസ് ബാങ്ക് CEO ആയ ശിഖ ശർമ്മ ഗൂഗിൾ പേ ഇന്ത്യയുടെ അഡ്വൈസറായി അപ്പോയിന്റഡ് ആയി. ഗൂഗിളിന്റെ CEO സുന്ദർ പിച്ചായി ആണ്. ഗൂഗിളിന്റെ പാരന്റ് കമ്പനി ആൽഫബറ്റ് ആണ്. നെക്സ്റ്റ് ന്യൂസ്. IIT മദ്രാസ് പ്രൊഫസർ T. Pradeep selected for Nikkei Asia Prize 2020. He got the prize in the category Science and Technology. കൾച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് രാം പ്രസാദിനാണ്. ഇക്കണോമിക് ആൻഡ് ബിസിനസ് ഇന്നോവേഷൻ കാറ്റഗറിയിൽ ആന്റണി ടാൻ ഫ്രം മലേഷ്യ ആൻഡ് ടാൻ ഹുയി ലിങ് ഫ്രം മലേഷ്യ സെലക്ടഡ് ഫോർ നിക്കി ഏഷ്യ പ്രൈസ്. നെക്സ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ജപ്പാനിലെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡായ ഓർഡർ ഓഫ് റൈസിംഗ് സൺ ഇസ് കൺഫേർഡ് ഓൺ തങ്ജം ധബാലി സിംഗ്. അദ്ദേഹം മണിപ്പൂരിലെ ഒരു ഡോക്ടറാണ്. He got the award for promoting a better understanding of Japan in India and deepening ties between two countries. ജപ്പാന്റെ ക്യാപിറ്റൽ ടോക്കിയോ, കറൻസി yen, ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഷിൻസോ അബെ. നെക്സ്റ്റ് ന്യൂസ്. രാമായണ became highest viewed entertainment program globally. It has 7.7 crore viewers all over the world so far. നെക്സ്റ്റ് ന്യൂസിലേക്ക് പോവാം. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മിനിസ്ട്രിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് 6.5% കോൺട്രാക്ട് ചെയ്തു. 8 കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെയും കൂടി ഗ്രോത്ത് 2019-20 0.6% ആണ്. 2020 ഫെബ്രുവരിയിൽ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഗ്രോത്ത് 5.5% ആയിരുന്നു. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, റിഫൈനറി പ്രൊഡക്ട്സ്, ഫെർട്ടിലൈസേഴ്സ്, സ്റ്റീൽ, സിമെന്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇതിലെ കോൾ ഒഴിച്ചുള്ള ബാക്കി 7 സെക്ടേഴ്സും കോൺട്രാക്ട് ചെയ്തു. യൂണിയൻ മിനിസ്റ്റർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പീയൂഷ് ഗോയൽ ആണ്. നെക്സ്റ്റ് ന്യൂസ്. ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി COVID-19 വൈറസിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു മൈക്രോവേവ് സ്റ്റെറിലൈസർ ഡെവലപ്പ് ചെയ്തു. അതിന്റെ പേര് അതുല്യ എന്നാണ്. നെക്സ്റ്റ് ന്യൂസ്. കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി ജലശക്തി മിനിസ്ട്രിയുടെ അണ്ടറിൽ കൊണ്ടുവന്നു. മുൻപ് ഇത് വാട്ടർ റിസോഴ്സസ് ആൻഡ് ഗംഗ റിജുവിനേഷൻ മിനിസ്ട്രിയുടെ അണ്ടറിലായിരുന്നു. ഇൻഡസ്ട്രേറ്റ് റിവറായ കാവേരിയെ ചൊല്ലിയുള്ള ഡിസ്പ്യൂട്ട്സ് തീർക്കുന്നതിന് വേണ്ടിയുള്ള ട്രിബ്യൂണലാണ് കാവേരി വാട്ടർ മാനേജ്മെന്റ് അതോറിറ്റി. നമ്മുടെ ഇപ്പോഴത്തെ ജലശക്തി മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്റർനാഷണൽ ബഡ്ജറ്റ് പാർട്ണർഷിപ്പിന്റെ ഓപ്പൺ ബഡ്ജറ്റ് സർവേ പ്രകാരം ബഡ്ജറ്റ് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയിൽ ഇന്ത്യക്ക് 53rd ആണ് റാങ്ക്. ന്യൂസിലാൻഡ് ആണ് ഇതിൽ ടോപ്പിൽ നിൽക്കുന്നത്. ഏറ്റവും ബോട്ടം നിൽക്കുന്നത് യമൻ ആണ്. ഇനി നമുക്ക് ഇന്റർനാഷണൽ ന്യൂസുകൾ നോക്കാം. യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് COVID-19 ഫൈറ്റ് ചെയ്യാനായി ഇന്ത്യക്ക് $3 മില്യൺ എയ്ഡ് അനൗൺസ് ചെയ്തു. പഹൽ പ്രൊജക്ടിനു വേണ്ടി ഏപ്രിൽ 6 അനൗൺസ് ചെയ്ത $2.9 മില്യൺ പുറമെയാണിത്. പഹൽ എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫോർ അഫോർഡബിൾ ഹെൽത്ത് കെയർ ആക്സസ് ആൻഡ് കൺജിവിറ്റി ആണ്.
ലോഞ്ചിവിറ്റി ആണ്. ഇതൊരു യുണൈറ്റഡ് നേഷൻസ് ഏജൻസി ഓഫ് ഇന്റർനാഷണൽ ഡെവലപ്മെന്റിന്റെയും IPE ഗ്ലോബലിലും ചേർന്ന് തയ്യാറാക്കിയ ഒരു ഇന്നോവേറ്റീവ് പ്ലാറ്റ്ഫോം ആണ് ടു പ്രൊമോട്ട് ഹെൽത്ത് ഫിനാൻസിംഗ് മോഡൽസ്. പഹലിന്റെ പ്രൊജക്ട് ഡയറക്ടർ LM സിംഗ് ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഇന്റർനാഷണൽ എനർജി ഏജൻസി ഗ്ലോബൽ എനർജി റിവ്യൂ 2020 റിലീസ് ചെയ്തു, which also include the impact of COVID-19 crisis on global energy demand and CO2 emission. Global energy demand 3.8% ഡിക്ലൈൻ ചെയ്തു 2019 ഫസ്റ്റ് ക്വാർട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഫ്രാൻസിലെ പാരീസ് ആണ്. അത് 1974 നവംബറിലാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. മെമ്പർഷിപ്പ് 30 സ്റ്റേറ്റ്സ് ആണ്. അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫറ്റി ബിറോൾ ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. സൗദി അറേബ്യയുടെ പ്രസിഡൻസിയിൽ ഒരു വിർച്വൽ G20 ഡിജിറ്റൽ ഇക്കോണമി മിനിസ്റ്റേഴ്സിന്റെ സമ്മിറ്റ് നടന്നു. നമ്മുടെ ലോ ആൻഡ് ജസ്റ്റിസ് ആൻഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് IT മിനിസ്റ്ററായ ശ്രീ രവിശങ്കർ പ്രസാദ് ആണ് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്. US-ന്റെ ഫോമർ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ജോൺ ബോൾട്ടൺ എഴുതിയ ബുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ബുക്കിന്റെ പേര് ദ റൂം വേർ ഇറ്റ് ഹാപ്പൻഡ് എ വൈറ്റ് ഹൗസ് മെമ്മോയർ എന്നാണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ജർമ്മനി ഹെസ്ബൊള്ളയെ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനായി ക്ലാസിഫൈ ചെയ്തു. ഈ ഹെസ്ബൊള്ള ലെബനൻ ബേസ്ഡ് ആയ ഒരു ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പാണ് ഷിയ മുസ്ലിംസിന്റെ. ഇനി നമുക്ക് സ്റ്റേറ്റ് ന്യൂസിലേക്ക് പോകാം. ജമ്മു ആൻഡ് കാശ്മീർ അഡ്മിനിസ്ട്രേഷൻ ടാറ്റ ടെക്നോളജിയുമായി ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തു ടു ബിൽഡ് 2 CIIT സെന്റേഴ്സ്. CIIT എന്ന് പറഞ്ഞാൽ സെന്റേഴ്സ് ഫോർ ഇൻവെൻഷൻ, ഇന്നോവേഷൻ, ഇൻക്യുബേഷൻ ആൻഡ് ട്രെയിനിങ് ആണ്. ടാറ്റ ടെക്നോളജീസ് ലിമിറ്റഡിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. അതിന്റെ MD ആൻഡ് CEO വാരൻ ഹാരിസ് ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. കർണാടക വികാസ് ഗ്രാമീൺ ബാങ്ക് വികാസ് അഭയ എന്ന പേരിൽ ഒരു ലോൺ സ്കീം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ടു ഹെൽപ്പ് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ്. കർണാടക വികാസ് ഗ്രാമീൺ ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കർണാടകയിലെ ധർവാദ് ആണ്. ബാങ്കിന്റെ ചെയർമാൻ P. ഗോപികൃഷ്ണയാണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടിന്റെ അണ്ടറിൽ ഏറ്റവും അധികം ജോബ്സ് പ്രൊവൈഡ് ചെയ്ത സ്റ്റേറ്റുകളിൽ ടോപ്പ് നിൽക്കുന്നത് ഛത്തീസ്ഗഡ് ആണ്. നമ്മുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിന്റെ മിനിസ്റ്റർ നരേന്ദ്ര സിംഗ് തോമാർ ആണ്. ഛത്തീസ്ഗഡിന്റെ CM ഭൂപേഷ് ബാഗലാണ്. ഗവർണർ അനസൂയ ഉയ്ക്കി. ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ റായ്പൂർ ആണ്. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. മണിപ്പൂരിലെ ചക് ഹാവോ എന്ന ബ്ലാക്ക് റൈസിനും ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെ ടെറാക്കോട്ടയ്ക്കും ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചു. മണിപ്പൂരിന്റെ ക്യാപിറ്റൽ ഇംഫാൽ ആണ്. അതിന്റെ ഗവർണർ നജ്മ ഹെപ്റ്റുള്ളയാണ്. ചീഫ് മിനിസ്റ്റർ N. ബിരേൻ സിംഗ്. ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റൽ ലക്നൗ ആണ്. ചീഫ് മിനിസ്റ്റർ യോഗി ആദിത്യനാഥ്. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ഡൽഹി പോലീസുമായി ചേർന്ന് ആയുരക്ഷ എന്നൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തു. ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് COVID-19 by undertaking the simple and time-tested Ayurveda immunity boosting measures. ഡൽഹിയുടെ CM അരവിന്ദ് കെജ്രിവാൾ ആണ്. ഡെപ്യൂട്ടി CM മനീഷ് സിസോദിയാണ്. ഇനി നമുക്ക് സ്പോർട്സ് ന്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹെൽത്ത് വർക്കേഴ്സിനുള്ള ട്രിബ്യൂട്ട് അറിയിക്കുന്നതിന് വേണ്ടി ഫിഫ ഒരു ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തു. ക്യാമ്പയിന്റെ പേര് #We Will Win ആണ്. ഫിഫയുടെ ഫുൾ ഫോം ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ആണ്. ഫിഫയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് ആണ്. നെക്സ്റ്റ് ന്യൂസ്. ICC ടെസ്റ്റ് ക്രിക്കറ്റിന്റെ റാങ്കിങ്ങിൽ ഇന്ത്യ 3rd പൊസിഷനിലാണ്. ഫസ്റ്റ് ഓസ്ട്രേലിയ, സെക്കൻഡ് ന്യൂസിലാൻഡ്. ICC എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ആണ്. അതിന്റെ ചെയർപേഴ്സൺ ശശാങ്ക് മനോഹർ. ഹെഡ്ക്വാർട്ടേഴ്സ് UAEയിലെ ദുബായിലാണ്.
അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മനു സാവ്നെ. നെക്സ്റ്റ് സെക്ഷൻ സയൻസ് ആൻഡ് ടെക്നോളജി. Jan Aushadhi Sugam app to access generic medicine benefits to 3,25,000 users. Bureau of Pharma PSUs of India ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് ജനൌഷധി സുഗം. ബ്യൂറോ ഓഫ് ഫാർമ PSUs ഓഫ് ഇന്ത്യയുടെ CEO സച്ചിൻ കുമാർ സിംഗ് ആണ്. ജനറൽ മാനേജർ ധീരജ് ശർമ്മ. മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസിൽ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. COVID-19 പേഷ്യൻസിൽ ഫാവിപിരവർ ടാബ്ലറ്റ്സ് ടെസ്റ്റ് ചെയ്യാൻ ഗ്ലെൻമാർക്ക് ഫാർമാസ്യൂട്ടിക്കൽസിന് അപ്രൂവൽ കിട്ടി. ഈ അപ്രൂവൽ കൊടുക്കുന്നത് DCGI ആണ്, ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അതിന്റെ ചെയർമാൻ ആൻഡ് MD ഗ്ലീൻ സൽധൻഹ ആണ്. അതിന്റെ ഫൗണ്ടർ ഗ്രേഷ്യാസ് സൽധൻഹ. Next, acquisitions and merger. Manulife acquired 49% stake in Mahindra AMC for rupees 265 crore. Manulifeന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കാനഡയിലെ ടൊറന്റോ ആണ്. അതിന്റെ പ്രസിഡന്റ് ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ റോയ് ഗോറി. മഹീന്ദ്ര AMCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അതിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO അശുതോഷ് ബിഷ്ണോയ്. Next, Reliance increased its stake to 26.3% in US-based tech company Skytrain. Skytrain is a venture-founded technology company which develops modern transport modes including personal rapid transit system. റിലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുകേഷ് അംബാനിയാണ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് ദ ഡേ. International Labour Day 2020 observed globally on 1st May. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. അതിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഗൈ റൈഡർ. 1919 ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. നെക്സ്റ്റ്, മഹാരാഷ്ട്ര ഗുജറാത്ത് സെലിബ്രേറ്റഡ് സ്റ്റേറ്റ് ഫോർമേഷൻ ഡേ ഓൺ 1st May. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ഉദ്ധവ് താക്കറെ, ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി, ക്യാപിറ്റല് മുംബൈ, ഒഫീഷ്യൽ ലാംഗ്വേജ് മറാത്തി. ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ വിജയ് റുപാനി, ഗവർണർ ആചാര്യ ദേവ് വ്രത്, ക്യാപിറ്റൽ ഗാന്ധിനഗർ. നെക്സ്റ്റ്, ഒബിച്വറീസ്. പത്മശ്രീ അവാർഡി ഹേമ ഭരാലി passed away. She was a freedom fighter. Next, Chuni Goswami passed away. He was former Indian football captain.